2 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ പരാതിയോട് പ്രതികരണവുമായി പോലീസ്. അപകീർത്തിപരമായ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിനെതിരായ 2 വർഷം മുമ്പ് ചെന്നിത്തല നൽകിയ പരാതിയിൽ പോസ്റ്റുകളുടെ ലിങ്ക് നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടു. 2017 മാർച്ച് 1 നൽകിയ പരാതിയിൽ 2019 ജനുവരി 14 ചെന്നിത്തലയ്ക്ക് മറുപടി ലഭിച്ചത്. പ്രതിപക്ഷ നേതാവ് സമർപ്പിച്ച പരാതിയിൽ ഹൈടെക് ക്രൈം സെൽ അന്വേഷണം നടത്തിയെങ്കിലും പരാതിയിൽ പറയുന്ന പോരാളി ഷാജി, ചെഗുവരഫാൻസ്.com എന്നീ പേജുകളിൽ പോസ്റ്റുകൾ കാണാനില്ലെന്നും ലിങ്ക് ലഭിക്കാതെ നടപടിയെടുക്കാനാകില്ലെന്നുമാണ് മറുപടി. പോസ്റ്റുകളുടെ ലിങ്ക് അയച്ചു തന്നാൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നും AIG ജെ സുകുമാരൻ പിള്ള IPS പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിനെ അറിയിച്ചു. മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ അവഹേളിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നവരെ മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് പ്രതിപക്ഷ നേതാവിന്റെ പരാതിയെ തള്ളിക്കളഞ്ഞെന്നും പദവിയെ അവഹേളിച്ചതായും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ ആക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുന്നവരെ ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് പ്രതിപക്ഷ നേതാവിന്റെ പരാതികൾ മുഖവിലക്കെടുത്തില്ല. പ്രതിപക്ഷ നേതാവിന്റെ പരാതിക്ക് വർഷങ്ങൾക്ക് ശേഷം മറുപടി നൽകുന്നത് ഇതിന് തെളിവാണെന്നും ഓഫീസ് ആരോപിക്കുന്നു. അതേസമയം വിഷയം നിയമസഭയിൽ ഉന്നയിക്കാനും നീക്കമുണ്ട്. CPMന്റെ സൈബർ ഇടങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളായതിനാൽ പോലീസ് അലംഭാവം കാണിക്കുന്നതെന്നും ആരോപണമുണ്ട്. അവരെ സംരക്ഷിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നും ഇത്രയും വൈകി നടപടി വരുന്നതിന് കാരണം അവരെ സഹായിക്കാനാണെന്നുമാണ് ആക്ഷേപം. ഫേസ്ബുക്കിലൂടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും അപകീർത്തികരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഈ മാസം നൽകിയ പരാതിയിലും കാര്യമായ അന്വേഷണം നടക്കുന്നില്ല. പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം മോർഫ് ചെയ്താണ് ഉൾപ്പെടുത്തിയത്. പ്രകോപനപരവും സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിലുമുള്ള കമന്റുകളുമാണ് പല പോസ്റ്റുകളിലും ഉള്ളതെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേരള പോലീസ് വ്യക്തമാക്കിയിരുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശം, ഹർത്താൽ എന്നിവയുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങൾ അടിസ്ഥാനമാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പോസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ കമ്മ്യൂണൽ ക്യാമ്പയിൻ, ഹെയ്റ്റ് ക്യാമ്പയിൻ എന്നിവ നടത്തുന്നവർക്കെതിരെ എല്ലാ ജില്ലകളിലും കേസുകൾ രജിസ്റ്റർ ചെയ്യും. അത്തരം പോസ്റ്റുകൾ ഉണ്ടാക്കി വിവിധ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.